വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കോന്നിയിൽ കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന വനം വകുപ്പിന്റെ വാദം പൊളിയുന്നു. കെ.യു. ജനീഷ് കുമാർ MLAയുടെ 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് റേഞ്ച് ഓഫീസർ സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. MLAയുടെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് ദൃശ്യങ്ങൾ. നോട്ടീസ് നൽകാതെയാണ് 6 പേരെയും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. 6 പേരും വനംവകുപ്പിനെതിരെ പോലീസിൽ പരാതി നൽകി. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടല്ല പ്രൊസീജിയർ തുടങ്ങുന്നത്. അയാളുടെ നിലവിൽ അറസ്റ്റിലല്ല, നിങ്ങൾ അയാളെ കസ്റ്റഡി എടുത്തപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് അയാളടുത്ത് ഒന്ന് ചോദിച്ച് അയാൾ അതിനകത്ത് ഉണ്ടെന്ന് ഇൻവോൾവ് ആവണമെന്ന് തോന്നിയത് കൊണ്ട് അല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ആണോ? എടാ അയാൾ എന്ത് ഇൻവോൾവ്? എടാ അയാളെന്താ കുറ്റം ചെയ്തത്? അതെ, അയാൾ ഒരു പാവം പിടിച്ചോ അവിടെ വന്ന് എന്റെ ക്വസ്റ്റ്യൻ നിയമപരമായിട്ടാണോ ഇവിടെ കസ്റ്റഡി എടുത്തേക്കുന്നത്? DSP പറഞ്ഞു. റെക്കോർഡ് നോക്കൂ. എന്തൊക്കെയാണ് എന്നെക്കാട്ടി കൂടുതൽ അറിയാമല്ലോ. നമ്മള് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇയാളുടെ മൊഴിയെടുത്ത് ഇയാളുടെ മൊഴി എടുത്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതെല്ലാം അതിന് മുമ്പ് ചെയ്യണം. നിലവിൽ അയാൾ പ്രതിയല്ല, അയാളെ അറസ്റ്റും ചെയ്തിട്ടില്ല. അപ്പോ ഇയാളെ കരുതൽ തടങ്കലിലെടുത്ത് കേസെടുക്കണം. കരുതൽ തടങ്കല്ല, അല്ല ഇപ്പൊ അയാൾ കരുതൽ തടങ്കല്ല, കരുതൽ തടങ്കലല്ലേ? അതെ, അപ്പൊ അത് കേസെടുക്കാം. എന്നിട്ട് ഇയാളെ അതിന്റെ ശശിനാരായണൻ കൂടി പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, ഈ 6 പേരെ കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, അത് കെ.യു. ജനീഷ് കുമാർ MLA നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ശരിവെക്കുന്ന വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി നിയമ നടപടിക്ക് വിധേയമാകേണ്ടി വരുമല്ലോ ഈ ഉദ്യോഗസ്ഥരെല്ലാം. അത് തന്നെയാണ് കാര്യം. പ്രധാനമായും വനംവകുപ്പും MLAയും തമ്മിലുള്ള ചേരിപ്പോര് രൂക്ഷമായിരിക്കുന്നു. അത് പ്രധാനമായും ഈ പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള കാട്ടാന ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം വനംവകുപ്പ് ഇത്തരത്തിൽ പ്രദേശവാസികളായ ആളുകളെ നോട്ടീസ് നൽകാതെ, നിയമം പാലിക്കാതെ ആളുകളെ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ ചോദ്യം ചെയ്യുകയും കസ്റ്റഡി വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് MLA കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തുകയും ബലമായി ഒരു അതിഥി തൊഴിലാളിയെ കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അവരെ ബലമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റം ഉണ്ടായും അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. വനം വകുപ്പും MLAയും തമ്മിലുള്ള ഒരു വാക്കുപോരിന് കാരണമായി. അത്തരം ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. പക്ഷേ നിലവിൽ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിയമം പാലിച്ചാണ് മറ്റു ചെയ്തിട്ടുള്ളതാണ് ഒരു വാദമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. കാരണം ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങൾ നടപടികളൊന്നും പാലിക്കാതെയാണ് ഈ 6 പേരെയും കസ്റ്റഡി എടുത്തുള്ള കാര്യങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. DSP അടക്കമുള്ള വനപാലകരും DSP അടക്കമുള്ള സാന്നിധ്യത്തിൽ MLA കാര്യങ്ങൾ പറയുമ്പോൾ റേഞ്ച് ഓഫീസർ സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനകത്ത് ഒരു നിയമപരമായുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം MLAയുടെ വാദം ശരിവെക്കുന്ന തരത്തിലേക്ക് ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ MLA ഉന്നയിക്കുന്ന വാദം ഈ പല കാര്യങ്ങൾ ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ച പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. ഈ കാട്ടാന കഴിഞ്ഞ ദിവസം ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രദേശവാസികളെ അനധികൃതമായി 6ഓളം പേരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡി വെക്കുന്നു. അത്തരം ആളുകളെ പീഡിപ്പിക്കുന്ന നയമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് MLA മുന്നോട്ട് വെക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ MLAയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാക്കേറ്റം ഉണ്ടാകുകയും ഒരാളെ ബലം പ്രയോഗിച്ച് അവിടുന്ന് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ 6 പേരും ഈ വനംവകുപ്പ് നോട്ടീസ് കൊടുക്കാതെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ള 6 പേരും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. അതേസമയം ഈ അവരുടെ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വനപാലകർ കൊടുത്ത പരാതിയിൽ കൂടൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതാണ് ശശിനാരായണൻ. MLAക്കെതിരായ നിയമ നടപടി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ 6 പേരും, പക്ഷേ സാധാരണക്കാരായ ഈ 6 പേരും നൽകിയ പരാതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള സാഹചര്യം. പക്ഷേ ഇപ്പോൾ കൂടുതൽ നിർണായകമായ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി ഉടനടി കേസെടുക്കാതെ തരമില്ലല്ലോ.
തീർച്ചയായും MLA വാദം കാരണം നിയമം പാലിക്കാൻ നോട്ടീസ് നൽകാതെ ഒരു വ്യക്തിയെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. മഹസർ തയ്യാറാക്കിയിട്ടില്ല, അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും തന്നെ പോയിട്ടില്ല. അത് പോലീസിന്റെ DSPയുടെ സാന്നിധ്യത്തിലാണ് MLA ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്തത്. അത് സമ്മതിക്കുകയും റേഞ്ച് ഓഫീസർ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് MLA ഉന്നയിച്ച വാദങ്ങൾ അത് കൃത്യമായിട്ട് പോലീസ് പ്രദേശവാസികളായ ആളുകളെ ഈ കാട്ടാന ചരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു മാനസികമായി പീഡിപ്പിക്കുന്നു, ദ്രോഹിക്കുന്നു എന്നുള്ള കാര്യം കൂടി ശരിവെക്കുന്ന തരത്തിലേക്ക് ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടുകൂടി ഇപ്പം അത്തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്ന് പ്രദേശവാസികൾ പ്രദേശത്തുള്ള CPM-ന്റെ നേതൃത്വത്തിൽ ഈ വനം വകുപ്പിനെതിരെ ഒരു പ്രതിഷേധ മാർച്ചും കോന്നി DF ഓഫീസിലേക്ക് പത്രയ്ക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പും MLA-യും തമ്മിലുള്ള ഒരു പോര് കോന്നി മണ്ഡലത്തിൽ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അതെ, ആ പോര് മുറുകുന്ന സാഹചര്യമാണ്. ശശിനാരായണൻ, ഒരു കാര്യം കൂടി, MLA-യുടെ മൊഴി എടുക്കുകയല്ലേ ഇന്ന് ആ ഒരു നടപടിക്രമമല്ലേ നടക്കുന്നത്? തീർച്ചയായും അത്തരം കാര്യങ്ങളുണ്ട്. കാരണം കേസെടുത്ത സാഹചര്യത്തിൽ ഇന്നലെ MLA ബലമായി ഈ ഫോറസ്റ്റുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡി എടുത്ത ആളെ MLA ഇത്തരം നിയമം പാലിക്കാതെ നോട്ടീസ് നൽകാതെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് വനം വകുപ്പ് കസ്റ്റഡി വെച്ചിരുന്നത്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ബലമായി തന്നെ അദ്ദേഹത്തെ ഇന്നലെ മോചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അത്തരം കേസുകളാണ് മൂന്ന് പരാതികളാണ്, 3 കേസാണ് കൂടൽ പോലീസ് സ്റ്റേഷനിൽ വനം വകുപ്പ് നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് MLA-യുടെ മൊഴിയെടുക്കാൻ ഇന്ന് സാധ്യതയുണ്ട്. അത്തരം നടപടിയൊക്കെ പോലീസ് പോകും. അതേസമയം അതിൻ്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പ്രദേശവാസികൾ ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിലിരുന്ന 6 പേര്, ആ 6 പേരും കൂടൽ പോലീസിൽ പരാതി കിട്ടും. അവരുടെ പേരിൽ അവർ നൽകിയ പരാതിയിൽ ഇതുവരെയും പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടായിരിക്കുക. തീർച്ചയായും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കോന്നിയിൽ കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്ന വനം വകുപ്പിന്റെ വാദം പൊളിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടല്ല പ്രൊസീജിയർ തുടങ്ങുന്നത്. അയാളുടെ നിലവിൽ അറസ്റ്റിലല്ല, നിങ്ങൾ അയാളെ കസ്റ്റഡി എടുത്തപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അയാളുടെ അടുത്ത് ഒന്ന് ചോദിച്ച് അയാൾ അതിനകത്ത് ഉണ്ടെന്ന് ഇൻവോൾവ് ആവണമെന്ന് തോന്നിയത് കൊണ്ട്. അല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ആണോ? എടാ, അയാൾ എന്ത് ഇൻവോൾവ്? എടാ, അയാൾ എന്താ കുറ്റം ചെയ്തത്? അതെ, അയാൾ ഒരു പാവം പിടിച്ചോ അവിടെ വന്ന് എന്റെ ക്വസ്റ്റ്യൻ നിയമപരമായിട്ടാണോ ഇവിടെ കസ്റ്റഡി എടുത്തേക്കുന്നത്? DSP പറഞ്ഞു. ഇപ്പൊ നോക്കൂ റെക്കോർഡ് നോക്കൂ, എന്തൊക്കെയാണ് എന്നെക്കാട്ടി കൂടുതൽ അറിയാമല്ലോ. നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇയാളുടെ മൊഴിയെടുത്ത് മഹർ തയ്യാറാക്കി മൊഴി എടുത്തിട്ട് നമ്മൾ പകരം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതെല്ലാം അതിന് മുമ്പ് ചെയ്യണം. നിലവിൽ അയാൾ പ്രതിയല്ല, അയാളെ അറസ്റ്റും ചെയ്തിട്ടില്ല. അപ്പോ ഇയാളെ കരുതൽ തടങ്കലിലെടുത്ത് കേസെടുക്കണം. കരുതൽ തടങ്കല്ല, അല്ല, ഇപ്പൊ അയാൾ കരുതൽ തടങ്കല്ല, കരുതൽ തടങ്കലല്ലേ? അതെ, അപ്പൊ അത് കേസെടുക്കാം. നിയമപരമായി അല്ല ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് എന്ന KU ജനീഷ് കുമാർ MLA-യുടെ വാദം ശരിവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബേലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒളിവിലായിരുന്ന ബേലിൻ ദാസിനെ തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ വെച്ച് ഇന്നലെയാണ് തുമ്പ പോലീസ് പിന്തുടർന്ന് പിടികൂടിയത്. ബേലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ബേലിൻ ദാസിന് വേണ്ടി കോൺഗ്രസ് അനുകൂല അഭിഭാഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസ് അംഗം ദിലീപ് സത്യനാണ് ഹാജരാകുന്നത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ബേലിൻദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. നിയമപരമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ നമുക്കറിയാം ഈ ബേലിൻദാസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ചർച്ചകളുമൊക്കെ സൈബർ ഇടത്തിൽ അടക്കം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിപ്പോൾ. അപ്പോഴാണ് ഈ കോൺഗ്രസ് ലോയേഴ്സ് സംഘം ഇത്തരത്തിൽ അദ്ദേഹത്തിന് ജാമ്യത്തിനായി രംഗത്തേക്ക് വരുന്നൊരു സാഹചര്യം. ഇതിനെ ഏത് തരത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ഇതിൽ വലിയ രാഷ്ട്രീയ വിവാദം കൂടി നിലനിൽക്കുകയാണ്. ബേലിൻദാസ് ആദ്യം CPM-ന്റെ ഭാഗം, അദ്ദേഹം സൈന്യത്തിലായിരുന്നു. അതിനുശേഷം ഈ അഭിഭാഷക വൃത്തി ചെയ്യുന്നതോടുകൂടി ആദ്യം ആം ആദ്മി പാർട്ടിയിലേക്കാണ് പോകുന്നത്. തുടർന്ന് CPM-ൽ ചേർന്നു. CPM-ൽ ചേരുമ്പോൾ തന്നെ അദ്ദേഹം 2015-ൽ പൂന്തറയിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ കോൺഗ്രസിലേക്ക് മാറുന്നത്. ഈ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ചുള്ള വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. CPM-കാരനാണെന്ന് കോൺഗ്രസുകാർ പറയുന്നു, എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിലാണെന്ന് CPM-ഉം പറയുന്നു. ഏതായിരുന്നാലും അദ്ദേഹത്തിന് വേണ്ടി
ദിലീപ് സത്യൻ എന്ന അഭിഭാഷകനാണ് ഹാജരാകുന്നത്. നേരത്തെ ഈ കേതൽ കേസിലൊക്കെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു അദ്ദേഹമാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന് ഈ ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധമുണ്ട്. നേരത്തെ ഈ സംഘടനയുടെ പാനലിൽ മത്സരിക്കുമ്പോൾ അഭിഭാഷക സംഘടനയുടെ മത്സരം നടന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും വലിയ രാഷ്ട്രീയ വിവാദം കൂടി ഇതിന് പിന്നാലെ വരികയാണ്. 11 മണിയോടുകൂടി ബെയിലിൻദാസിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിഭാഷകയെ മർദ്ദിച്ചു എന്ന കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം അഭിഭാഷക ബെയിലിൻദാസിനെ മർദ്ദിച്ചു എന്നൊരു ആരോപണം കൂടിയുണ്ട്. അത് പെൺകുട്ടിയുടെ വീട്ടുകാർ നിഷേധിക്കുന്നു. തെളിവുണ്ടെങ്കിൽ ഹാജരാക്കാൻ അവർ പറയുകയും ചെയ്യുന്നുണ്ടായിരിക്കുക. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ച യുവാവ് മരിച്ചു. തലവടി സ്വദേശി PG രഘു ആണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, സംസ്ഥാനത്തെ 2 മാസത്തിനിടയിലെ 2ാമത്തെ മരണമാണ്. ചികിത്സയിലിരിക്കെ ആലപ്പുഴ സ്വദേശിയാണിപ്പോൾ മരിച്ചിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? എടത്വ സ്വദേശി രഘു ആണ് കോളറ ബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരണം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. തുടർന്ന് രോഗം മൂർച്ഛിക്കുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. വെന്റിലേറ്ററിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തലവടി സ്വദേശിയാണ്, എടത്വ തലവടി സ്വദേശിയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കോളറ ബാധയുമായി ബന്ധപ്പെട്ട് തന്നെ എടത്വയിൽ ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും 4 കിണറുകളിൽ നിന്നും ഈ രഘുവിന്റെ വീടിനോട് ചേർന്നുള്ള 4 കിണറുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള അവിടെ നിന്നാണോ ഈ കോളറയുടെ ഉറവിടം എന്നതിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ ആരോഗ്യ വകുപ്പ് ജാഗ്രതയോടുകൂടി അത്തരം കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. രഘുവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കിഡ്നി സംബന്ധമായി തകരാറിലായിരുന്ന വ്യക്തിയാണ്. അത്തരത്തിൽ ചികിത്സ തേടിയിരുന്ന ഒരാൾ കൂടിയാണ്. ആ ഘട്ടത്തിലാണ് കോളറ ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ തലവടിയിലെ വീട്ടിൽ എത്തിക്കും. പൊതുദർശനമുണ്ട്. പൊതുദർശനത്തിന് ശേഷം വീട്ടിലെത്തിച്ച് വൈകിട്ട് 3:30 കൂടിയാണ് സംസ്കാരം. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കാളികാവിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന് കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തലും നാഡീവ്യൂഹവും തകർന്നു. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കടുവയെ പിടികൂടാനുള്ള ദൌത്യം ആരംഭിച്ചിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ സക്രിയ അടക്കമുള്ള ഡോക്ടർമാരുടെയും കുങ്കിയാനകളുടെയും നേതൃത്വത്തിലാണ് ദൌത്യം പുരോഗമിക്കുന്നത്. വനമേഖലയിൽ സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞോ എന്ന പരിശോധന നടന്നുവരികയാണ്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഇപ്പോൾ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിക്രൂരമായാണ് ആക്രമിക്കപ്പെട്ടത് ഗഫൂർ, അല്ലേ? ആര്യ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുവയുടെ ആക്രമണത്തിൽ ആദ്യ നിമിഷം തന്നെ ഗഫൂറിൻ്റെ ജീവൻ നഷ്ടമായിരുന്നു എന്ന തരത്തിലാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകൾ. കഴുത്തിനാണ് കടിയേറ്റിരിക്കുന്നത്. നാഡീവ്യൂഹം അപ്പോൾ തന്നെ തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം തന്നെ ഗഫൂറിൻ്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതിനുശേഷം ഗഫൂറിൻ്റെ മാംസം ഭക്ഷിക്കാനുള്ള ശ്രമം കടുവയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഗഫൂറിൻ്റെ പുറകിൽ നിന്നും ഒരു ഭാഗം കടിച്ചെടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിനുമാസകം മാന്തുകേതിൻ്റെയും മുറിവേറ്റതിൻ്റെയും ഒക്കെ അടയാളങ്ങളുണ്ട്. കടുവയുടെ ഒരു ആക്രമണം അത് നമുക്കറിയാം ഏറ്റവും ക്രൂരമായ ഒരു സംഗതി തന്നെയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ കടുവ മിഷന് ഭാഗമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ 20ഓളം ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ കടുവ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. അതിൽ നിന്ന് കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടോ എന്നാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഇതുവരേക്കും ഒരു ക്യാമറകളിൽ നിന്നും കടുവയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ കൂടുകൾ സ്ഥാപിക്കുന്ന നടപടികൾ മുന്നോട്ട്
DFO പറയുന്നു. കടുവ വരാൻ സാധ്യതയുള്ള ആ ഗഫൂറിനെ കൊന്ന മേഖലയിലും അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ സാധ്യതയുള്ള ഇടത്തുമാണ് കൂടുകൾ വയ്ക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മേഖലയിലെ പരിശോധനകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിഞ്ഞതിന് ശേഷമേ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിലും മറ്റ് നടപടികളും ഉണ്ടാകുള്ളൂ എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും ഇപ്പോൾ ഒരു കുങ്കിയാന മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, കുഞ്ചു എന്ന മുത്തങ്ങയിലെ. അതിനുശേഷം കോന്നി സുരേന്ദ്രനും ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ DFOയും ഡോക്ടർ അരുൺ സക്കറിയും ക്യാമ്പിലെത്തി ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ കുറെ കൂടി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകും എന്ന ഒരു കാര്യമാണ് മറ്റൊന്നുള്ളത്. എന്താണെങ്കിലും മിഷനുമായി ഈ ഒരു കടുവയെ പിടികൂടാനുള്ള മിഷനുമായി വനം വകുപ്പ് മുന്നോട്ട് പോകുന്നു. ആദ്യഘട്ടത്തിൽ ഈ ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന ഒരു വിവരം. അതാണ് അനുമോദ്, കടുവയെ ഇതുവരെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അത് സ്പോട്ട് ചെയ്യുകയാണല്ലോ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. സ്പോട്ട് ചെയ്തതിനു ശേഷമായിരിക്കുമല്ലോ സ്വാഭാവികമായും മറ്റ് മയക്കുവെടി വെക്കുന്ന നടപടികളിലൊക്കെ കടക്കുക. ഈ ദൗത്യ സംഘത്തെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ചുവിനെ പറ്റി അടക്കം എടുത്തു പറയേണ്ടതുണ്ട് അല്ലേ അനുമോദ്? ഈ നമ്മുടെ നാട്ടിൽ ടൈഗർ ഹണ്ടിങ്ങിനായി ട്രെയിൻ ചെയ്തിട്ടുള്ള കുങ്കിയാനകൾ അത് വളരെ ചുരുക്കമാണ്. അതിൽപ്പെട്ട ഒരാളാണ് കുഞ്ചു. അപ്പോൾ പക്ഷേ കുഞ്ചു കഴിഞ്ഞ തവണ ഒരു ദൗത്യത്തിൽ അല്പം ഒന്ന് ഇടഞ്ഞു നിന്നതൊക്കെ വലിയ വാർത്തയൊക്കെ ആയ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണിപ്പോൾ ദൗത്യ സംഘം ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് കുങ്കിയാനകളെ കുറിച്ചൊക്കെ കൂടുതലായി പറയുന്നത്? ആര്യ, ഈ കുങ്കിയാനകൾ എന്തിനാണ് ഈ ഒരു ദൗത്യത്തിൽ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. എങ്ങനെയാണ് കടുവയെ ആനയെ ഉപയോഗിച്ച് പിടിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആളുകൾക്കുണ്ടാകുന്നൊരു സംശയം. നമുക്കറിയാം, ഇതൊരു വനമേഖലയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയുടെ ഭൂഘടനയും റബ്ബർ എസ്റ്റേറ്റുകളും അതുപോലെ തന്നെ കുന്നും ചെരുവുകളും കുത്തനെയുള്ള പാറക്കെട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ആനയുടെ സഹായത്താൽ മാത്രമേ ഈ കടുവയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. കടുവ ആക്രമിക്കാൻ വന്നാലും ആന അതിനെ പ്രതിരോധിക്കുകയും ആനയുടെ മുകളിലിരുന്ന് ദൗത്യസേനാംഗങ്ങൾക്ക് ഈ കടുവയെ വെടിവെക്കാനും സാധിക്കും. അതാണ് ഈ ആനയെ ദൗത്യ സംഘം ഉപയോഗിക്കാനുള്ളൊരു കാരണം. സാധാരണഗതിയിൽ ഒരു കടുവയെ നേരിൽ നിന്ന് വെടിവെക്കുക എന്നുള്ളത് അതീവ റിസ്ക്കുള്ള ഒരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ജീവന് അപകടം വരാവുന്ന തരത്തിലേക്ക് അത് ആക്രമിക്കുമെന്ന് കരുതേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ആനകളെ ഉപയോഗിച്ച് ഈ ഒരു ദൗത്യം വനം വകുപ്പ് ചെയ്യുന്നത്. പരിശീലനം നേടിയ ആനകളാണ് കുഞ്ചുവും സുരേന്ദ്രനും ഒക്കെ. അവർക്ക് ഓരോ ഘട്ടത്തിലും പാപ്പാന്മാർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് വളരെ വേഗത്തിൽ പെരുമാറാൻ കഴിയും. നമ്മൾ കണ്ടതാണ് ഈ കുങ്കിയാനകളുടെ ഒരു വേഗത. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ പോലും സാധാരണ നാട്ടാനകളെ അപേക്ഷിച്ച് അതിൻ്റെ 3 ഇരട്ടി വേഗത്തിലാണ് ഈ ഒരു കുങ്കിയാനകൾ പ്രതികരിക്കുക. ഇതൊരു പകുതി ഒരു കാട്ടാനയുടെ സ്വഭാവം തന്നെ ഉള്ളതാണ് ഈ കുങ്കിയാന. അതിനെ അത്തരത്തിലാണ് മെരുക്കുന്നതും. പൂർണ്ണമായിട്ടും മെരുങ്ങാത്ത ഒന്നാണ് ഈ കുങ്കിയാന. അത് ഒരു ഒറ്റ പാപ്പാന് മാത്രമേ അതിനെ അനുസരിക്കുകയുമുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ കാട്ടിലെ മൃഗങ്ങളെ നേരിടുവാൻ അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ വന്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അതിനെ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുങ്കിയാനയുടെ മുകളിലിരുന്നാണ് ഈ ഒരു കടുവയെ അല്ലെങ്കിൽ മറ്റ് ജീവികളെ അല്ലെങ്കിൽ മയക്കുവെടി വെക്കാൻ ഉദ്ദേശിക്കുന്ന ജീവികളെ വെടിവെക്കുക. അത് 2 കാരണങ്ങളാണ്. ഒന്ന്, വെടിവെക്കാൻ അല്ലെങ്കിൽ ഈ മിഷന് പോകുന്ന വ്യക്തികളുടെ ജീവന് സുരക്ഷ. 2, ഈ ഒരു ആനയ്ക്ക് ഈ വന്യജീവിയോട് കാണിക്കാൻ കഴിയുന്നൊരു പ്രതിരോധം. അതും ഈ ഒരു മിഷന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആനകളെ കൂടുതലായിട്ടും ഈ ഒരു മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ചു വയനാട് മുത്തങ്ങയിൽ നിരവധി തവണ ഇത്തരത്തിലുള്ള കടുവകളെയും പുലികളെയും ഒക്കെ വെടിവെക്കുന്ന മിഷനിൽ പങ്കെടുത്തുള്ള ഒരു ആന കൂടിയാണെന്നാണ് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അറിയുന്നത്. അത് സ്വാഭാവികമായിട്ടും അതൊക്കെ ഈ ഒരു മിഷന് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഇനിയിപ്പോൾ കോന്നി സുരേന്ദ്രൻ കൂടി വരുമ്പോൾ ഈ ഒരു ഒരുപാട് മിഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള 2 കുങ്കിയാനകളെ കൊണ്ട് ഈ ഒരു ലക്ഷ്യം കൂടുതൽ വേഗത്തിൽ നേടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് വനം വകുപ്പിനുള്ളത്. ഇവിടെ രാവിലെ മുതൽ മിഷന് പോകാൻ തയ്യാറായിട്ട് ആനയെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിയുക എന്ന ഘട്ടത്തിന് ശേഷമാകും കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിലും മറ്റു നടപടികളും ആരംഭിക്കുകയുള്ളൂ. ആര്യ.
തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കാളികാവിൽ ഇറങ്ങിയ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ആ ദൗത്യ സംഘത്തിൽപ്പെട്ടവരാണ് കുഞ്ചുവും കോന്നി സുരേന്ദ്രനും. കുഞ്ചു അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ചുവിന്റെയും കോന്നി സുരേന്ദ്രന്റെയും ഒക്കെ പ്രത്യേകതകൾ ഈ ദൗത്യത്തിൽ അവരെങ്ങനെ സഹായകരമാകും എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുകയായിരുന്നു CV അനുമോദ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. set. വാർത്തകളിലേക്ക്. ഒടുവിൽ വഴങ്ങുന്ന പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞതിന് പിന്നാലെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷവും ഇന്ത്യ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഭീകരവാദത്തെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂവെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യ പാക് DGMO ചർച്ച ഞായറാഴ്ച നടക്കുമെന്ന് പാക് വിദേശകാര്യ മന്ത്രി ഇഷ്ഹാഖ് തർ അറിയിച്ചു. അതിനിടെ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്കെതിരെ ഇന്ത്യ നിലപാട് ശക്തമാക്കുകയാണ്. രാഷ്ട്രപതി ഭവനിൽ നടക്കേണ്ടിയിരുന്ന ലെറ്റർ ഓഫ് ക്രെഡൻസ് മാറ്റിവെച്ചു. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ER,
തോക്കെടുത്ത് തോറ്റുപോയ പാകിസ്ഥാന് വഴങ്ങുകയല്ലാതെ മറ്റ് നിർവാഹമൊന്നുമില്ലല്ലോ. അതാണല്ലോ സാഹചര്യം. പക്ഷേ ഈ ഭീകരവാദത്തിന്റെ അടിവേര് അറത്തേ ഇനി മാറുകയുള്ളൂ, പാകിസ്ഥാനുമായി ഒരു സന്ധിയുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ നിലപാടിൽ കട്ടായം നിൽക്കുകയാണ് ഇന്ത്യ. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ ഈ ഒരു ആശയത്തോട്, സമാധാന ചർച്ച എന്ന ആശയത്തോട് എങ്ങനെ പ്രതികരിക്കും ഇന്ത്യ? ഏതായാലും ഇന്ത്യ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ വ്യക്തമാക്കിയ കാര്യം 2 വിഷയങ്ങളിലായിരിക്കും പാകിസ്ഥാനുമായി ചർച്ച എന്നാണ്. അതിലൊന്ന് പാക് അധിനിവേശ കശ്മീർ സംബന്ധിച്ചും മറ്റൊന്ന് ഭീകരവാദം സംബന്ധിച്ചുമാണ്. അപ്പോൾ സ്വാഭാവികമായും അതേ നിലപാട് തന്നെയായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ പാക് പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഇന്നലെ അദ്ദേഹം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കമ്ര വ്യോമസേനാ താവളത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായി ഇതിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ വിദേശകാര്യ മന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യം ഭീകരവാദം കുറിച്ച് മാത്രമാണ് പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല ഭീകരരുടെ പട്ടിക, ഇന്ത്യക്ക് കൈമാറേണ്ട പട്ടിക പാകിസ്ഥാന്റെ കൈവശമുണ്ട്. മാത്രവുമല്ല ഭീകരരെ അടക്കം പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ആ വിഷയത്തിൽ മാത്രമായിരിക്കും ചർച്ച എന്ന് ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത നിലപാട് ഇന്ത്യ തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം ഭീകരവാദത്തെ അല്ലെങ്കിൽ ഭീകരർക്കെതിരെ നടപടിയെടുക്കാതെ പാകിസ്ഥാനുമായി ചർച്ചയില്ലെന്ന് ഇന്ത്യ പലപ്പോഴായി ആവർത്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നെങ്കിൽ പോലും ആ നിലപാട് ഇന്ത്യ ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും സൈനിക തലത്തിൽ ചർച്ച തുടരുന്നുണ്ട്. ഇന്നലെയും DGMമാർ ചർച്ച നടത്തിയിരുന്നു. 10-ാം തീയതിയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. അതിനുശേഷം ഇത് 3-ാം തവണയാണ് ചർച്ച നടക്കുന്നത്. 10-ാം തീയതി നടന്നു, അതിനുശേഷം 12-ാം തീയതി നടന്ന് വീണ്ടും വെടിനിർത്തൽ നീട്ടാൻ ധാരണയായി. ഇന്നലെ നടന്ന ചർച്ചയിൽ 18-ാം തീയതി വരെ വെടിനിർത്തൽ നീട്ടും എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. മാത്രമല്ല 18-ന് വീണ്ടും ചർച്ച നടക്കുമെന്ന് പാകിസ്ഥാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പൊന്നും വന്നിട്ടില്ല. ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം നിലവിൽ സേനാ വിന്യാസം, അതിർത്തിയിലേക്ക് ഒക്കെ തന്നെ സേനാ വിന്യാസം കുറയ്ക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ അത്തരത്തിൽ ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരത്തിൽ അതിർത്തിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏതായാലും ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തുർക്കിക്കെതിരെ കൂടുതൽ നടപടികൾ. പ്രത്യേകിച്ച് പാകിസ്ഥാന് പ്രത്യക്ഷ പിന്തുണയുമായി രംഗത്ത് വന്ന തുർക്കിയായിരുന്നു. അവർ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ആക്രമണത്തിന് നീക്കം നടത്തിയതും ഇന്ത്യയിലെ വ്യോമസേനാ താവളങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചതും. അപ്പോൾ കൂടുതൽ നടപടികൾ ഇപ്പോൾ തുടരുകയാണ് തുർക്കിക്കെതിരെ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇത്തരത്തിൽ നയതന്ത്ര പ്രതിനിധിയെ, പ്രത്യേകിച്ച് അംബാസഡറോ അല്ലെങ്കിൽ സ്ഥാനപതിയോ ഒക്കെ തന്നെ അംഗീകരിക്കുന്ന പതിവുണ്ട്. അത് രാഷ്ട്രപതി ഭവനിലാണ് അത് നടക്കാറുള്ളത്. ഇന്നലെയാണ് അത്തരത്തിൽ അത് നടക്കേണ്ടിയിരുന്നത്. അതേതായാലും നീട്ടിവെച്ചു, അനന്തമായി നീട്ടിവെച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ നീട്ടിവെച്ചു എന്ന അറിയിപ്പാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തുർക്കിക്കെതിരെ നടപടി ശക്തമാക്കുന്നുണ്ട്. ഇന്നലെയും സമാനമായ രീതിയിൽ തുർക്കിക്കെതിരെ നടപടി എടുത്തിരുന്നു. അതായത് തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി, അതായത് വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ് സെലവി. അവർക്ക് സർവീസ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നടപടി ഇന്നലെ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥാനപതിയെ അംഗീകരിക്കുന്ന ചടങ്ങ് കൂടി നീട്ടിവെച്ച ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതായത് പാകിസ്ഥാനെതിരെ മാത്രമല്ല, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കൂടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ. അതെ, ഇന്ത്യയുടെ തിരിച്ചടിയുടെ ചൂട് അറിയുകയാണ് തുർക്കിയും എന്നുള്ളതാണ്. ഇയാൾ തുടരുക. മറ്റൊരു വാർത്ത കൂടിയുണ്ട്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശം, അതിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ രാജി BJP ആവശ്യപ്പെടില്ല എന്നുള്ളതാണല്ലോ. കോടതി തീരുമാനം അനുസരിക്കുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അടക്കമുള്ള നേതാക്കൾക്ക്. അതേസമയം വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെതിരായ ജാതീയ പരാമർശത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവിനെതിരെ വിമർശനം ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി. അതിൽ ആദ്യം ഈ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ, ഇയാൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ രൂക്ഷമായ വിമർശനം ഈ മന്ത്രിക്കെതിരെ ഉന്നയിച്ചതാണ്. എന്നിട്ടും സംരക്ഷിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് സംസ്ഥാന BJP എത്താനുണ്ടായ സാഹചര്യം എന്താണ്? ഏതായാലും വിജയ് ഷായെ BJP കൈവിടുന്നില്ല. ഇന്നലെ ചില സൂചനകളുണ്ടായിരുന്നു, ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്നൊക്കെ സൂചനയുണ്ടായിരുന്നു. കാരണം ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി കേന്ദ്ര സർക്കാരും BJPയും ഒക്കെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പരാമർശമാണ് വിജയ് ഷായുടെ ഭാഗത്തുനിന്നുണ്ടായത്.
പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ കാര്യങ്ങൾ. ഇന്നലെ നിർണായക യോഗം ഭോപ്പാലിൽ ചേർന്നിരുന്നു. മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാന BJP അധ്യക്ഷൻ VD ശർമ്മ അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗം കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ ഇടപെട്ടിട്ടുണ്ട്. മാത്രവുമല്ല വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം ഉണ്ടായാൽ മതി രാജി എന്ന നിലപാടിലേക്ക് ഇപ്പോൾ BJP എത്തിച്ചേരുകയാണ്. FIR ഇടാൻ നിർദ്ദേശിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ടതില്ല. മാത്രവുമല്ല കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആദ്യഘട്ടം മുതൽ മന്ത്രിയോട് രാജി ആവശ്യപ്പെടുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാജിവെച്ചാൽ അത് അവരുടെ നേട്ടമായി അല്ലെങ്കിൽ അവർ ഉന്നയിച്ച വാദം ശരിവെക്കുന്ന തരത്തിലായിരിക്കും. അതുകൊണ്ട് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇപ്പോൾ BJP നേതാക്കൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മോഹൻ യാദവും ഇക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. മാത്രവുമല്ല മുൻപ് കോൺഗ്രസ് നേതാക്കളടക്കം ഇത്തരം പരാമർശങ്ങൾ നടത്തിയപ്പോൾ എന്ത് നടപടി ഉണ്ടായെന്ന മറുവാദം ആ ചോദ്യമാണ് ഇപ്പോൾ BJP ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയെ കൈവിടാൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല. മാത്രവുമല്ല ഗോത്ര വിഭാഗത്തിലുള്ള നേതാവാണ്. അങ്ങനെ ഒരു നടപടി ഇപ്പോൾ ഇയാൾക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ, വിജയ് ഷായ്ക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലും ചില BJP നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല, മന്ത്രിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന നിലപാടിലേക്ക് BJP എത്തുകയാണ്. അതിനിടെ തന്നെയാണ് സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവിന്റെ പരാമർശം കൂടി വിവാദമാകുന്നത്. ഇന്നലെ മൊറാദാബാദിൽ നടന്നൊരു പൊതുപരിപാടിയിലാണ് രാംഗോപാൽ യാദവ് യഥാർത്ഥത്തിൽ വിജയ് ഷായ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചതാണ്. പക്ഷേ പറഞ്ഞു വന്ന് അത് ജാതീയ പരാമർശമായി മാറുകയായിരുന്നു. അതായത് മറ്റ് രണ്ടുപേരുടെയും, വ്യോമിക സിംഗ് അടക്കമുള്ള രണ്ടുപേരുടെയും ജാതി അറിയാത്തത് കൊണ്ടാണ് അത്തരം പരാമർശം ഉണ്ടായത്. അവർ രജ്പുത്ത് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവർ അങ്ങനെയല്ല, അവർ ദളിത് വിഭാഗത്തിലുള്ളവരാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ അവരെ പരാമർശിക്കാതെ പോയത് തരത്തിലുള്ള വാക്കുകളാണ് രാംഗോപാൽ യാദവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതും വലിയ വിമർശനങ്ങൾക്ക് ഈ ഘട്ടത്തിൽ വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള നേതാക്കൾ രാംഗോപാൽ യാദവിന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ആര്യ, ശരി, രാകേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. വജ്ര വ്യവസായി നീരവ് മോദിയുടെ ജാമ്യാപേക്ഷ തള്ളി ലണ്ടൻ കോടതി. ഇന്ത്യക്ക് കൈമാറുന്നതുവരെ ജാമ്യത്തിൽ വിടണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. പഞ്ചാബ് നാഷണൽ ബാങ്കിലെ വൻ തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ 2 ക്രിമിനൽ കേസുകളിൽ 2019 മാർച്ച് മുതൽ നീരവ് മോദി കസ്റ്റഡിയിലാണ്. നേരത്തെ ഇന്ത്യയിലേക്ക് കൈമാറാനുള്ള തീരുമാനത്തിനെതിരായി സമർപ്പിച്ച അപ്പീലും ലണ്ടൻ ഹൈക്കോടതി നിരസിച്ചിരുന്നു. ഇടവേള. ലക്ഷ്യം.
വാർത്തകളിലേക്ക്. ഓർത്തഡോക്സ് സഭ നേതൃത്വത്തിനെതിരെ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത. സഭയിലെ സമാധാനത്തിന് വേണ്ടി നേതൃത്വം ശ്രമിക്കുന്നില്ലെന്ന് വിമർശനം. പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് നേതൃത്വം തയ്യാറാവുന്നതെന്നും തന്റെ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട യാക്കോബായ പള്ളികൾ പിടിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ജി ശ്രീജിത്തിലേക്ക് വരാം. അതിനു മുമ്പായി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയെന്ന ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുക്കുന്നതിലുള്ള നിയമോപദേശം ആലപ്പുഴ സൗത്ത് പോലീസിന് ഇന്ന് ലഭിക്കും. ആലപ്പുഴ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ബിജിയാണ് നിയമോപദേശം നൽകുക. സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സൗത്ത് പോലീസ് SHOയ്ക്ക് കത്ത് നൽകിയിരുന്നു. 1989 നടന്ന സംഭവത്തിൽ തെളിവ് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമാകും. അതേസമയം സുധാകരന്റെ വെളിപ്പെടുത്തൽ കുറ്റസമ്മതമായ DDP കണക്കാക്കുമോ എന്ന് വേണം കണ്ടറിയാൻ. NGO യൂണിയൻ പരിപാടിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് പങ്കെടുത്ത പരിപാടിയിൽ താൻ ഭാവനാത്മകമായി പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കൃത്രിമം കാണിച്ചിട്ടില്ലെന്നും ജി സുധാകരൻ തിരുത്തിയെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം മുതിർന്ന നേതാവ് ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ CPMനെ പ്രതിരോധത്തിലാക്കും. തെരഞ്ഞെടുപ്പുകളിൽ CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നു എന്ന ആരോപണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDF ഉന്നയിക്കുന്നതാണ്. CPMനുള്ളിൽ നിന്ന് തന്നെ വന്ന വെളിപ്പെടുത്തൽ UDF ആയുധമാക്കും. ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇക്കാര്യം ചർച്ചയായേക്കും. നിങ്ങളുടെ എല്ലാം MSCPയുടെ വലിയ നേതാവായിരുന്ന ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഇട്ടു സാറിന്. അവയെല്ലാം ദേശീയാഭിവൃദ്ധി ഞങ്ങൾ പൊട്ടിക്കാൻ നമ്മൾ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. ഇത് എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. CPMനെതിരെ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണമാണ് സംസ്ഥാന സമിതി അംഗമായിരുന്ന ജി സുധാകരൻ ശരിവച്ചത്. ആലപ്പുഴ ജില്ലയിൽ പതിറ്റാണ്ടുകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ CPMനെ നയിച്ച നേതാവ് കൂടിയാണ് സുധാകരൻ. അത്തരമൊരാളുടെ വെളിപ്പെടുത്തൽ CPMനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും. KPCC നേതാക്കളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുന്നണി കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് CPMന്റെ കള്ളവോട്ടുകൾ തടയാനായാൽ മാത്രം അടുത്ത തെരഞ്ഞെടുപ്പിൽ അനായാസം ജയിക്കാമെന്നാണ്. എല്ലാ മണ്ഡലങ്ങളിലും വോട്ടർ പട്ടിക ശുദ്ധീകരണ നടപടികളും കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. അതിനിടയിലുണ്ടായ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് കൂടുതൽ ഊർജ്ജം നൽകും. സുധാകരന്റെ പ്രസ്താവന അവഗണിക്കാനാണ് നിലവിൽ CPMലെ ധാരണ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി നിലപാട് ഘടിപ്പിച്ചതോടെ സുധാകരൻ വെട്ടിലായി. അങ്ങനെയാണ് നിലപാട് മയപ്പെടുത്തിയത്. അപ്പൊ ഇന്നലെ ഒരു NGOമാർ ഇതുപോലെ നിങ്ങളെപ്പോലെ അവരുടെ ആദ്യകാല സംഘാടകരുടെ വലിയ സമ്മേളനം 100-500 പേരുണ്ട്. 100-300 ആദ്യകാല സംഘാടകർ, 200 പുതിയ NGOമാർ. അവിടെ സംസാരിച്ചപ്പോൾ സ്റ്റേജിലുള്ള ഒരു പഴയ നേതാവിനോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റർ ബാലറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയുള്ളവരൊക്കെയുള്ളൂ പോസ്റ്റർ ബാലറ്റ്, അല്ലാത്തവർക്ക് നേരിട്ട് പോയി അവരെ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തേക്കുന്നത്. ചിലത് എന്താണ് എടുത്ത് അതൊന്ന് പറഞ്ഞേക്കണമെന്ന് പറയുന്നത്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവനയും കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി വിസലങ്ങ് ഒരു ബാലറ്റും തുറന്നു നോക്കിയിട്ടില്ല. സുധാകരൻ തിരുത്തിയെങ്കിലും ഈ വിഷയം വിടാൻ UDF തയ്യാറാകില്ല. അങ്ങനെ വന്നാൽ CPM മറുപടി പറയേണ്ടി വരും. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ സംസ്ഥാന കോൺഗ്രസിൽ പടയൊരുക്കം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ട ഹൈക്കമാൻഡ് പ്രതിനിധികളോട് മുൻ PCC അധ്യക്ഷന്മാർ അടക്കം കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് ദീപാദാസിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചതായാണ് വിവരം. ദീപാദാസ് മുൻഷിയോ ആരുടെയോ കയ്യിലെ കളിപ്പാവയാണെന്ന K സുധാകരന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി കൂടുതൽ നേതാക്കൾ നിലപാട് അറിയിച്ചത്. KPCC നേതൃമാറ്റം സംബന്ധിച്ച അവ്യക്തത നീക്കാൻ രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ട് പ്രവർത്തക സമിതി അംഗങ്ങളായ AK ആന്റണി, ശശി തരൂർ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർക്ക് പുറമെ മുൻ PCC അധ്യക്ഷന്മാരായ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ തുടങ്ങിയവരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തലപ്പത്ത് അഴിച്ചുപണി നടത്തിയാൽ പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും നിലപാട് അറിയിച്ചിരുന്നു. ഒപ്പം അധ്യക്ഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് ദീപാദാസ് മുൻഷി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ആധികാരികതയിലും വിമർശനം ഉന്നയിച്ചതായാണ് വിവരം. അധ്യക്ഷമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദീപാദാസിന്റെ റിപ്പോർട്ടിനെ സ്വാധീനിക്കാൻ സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവ് നേരിട്ട് ഇടപെടൽ നടത്തിയതായും മുതിർന്ന നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചതായാണ് സൂചന. സംഘടന സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുമ്പോഴും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി തുടർച്ചയായി തലസ്ഥാന നഗരിയിലെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ആഡംബര ഹോട്ടലിൽ മാത്രമേ താമസിക്കൂവെന്ന് ശാഠ്യം പിടിച്ചത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ഒരു മുൻ PCC അധ്യക്ഷൻ ദേശീയ നേതൃത്വത്തോട് തുറന്നടിച്ചു. K സുധാകരനെ മാറ്റുന്നതിനേക്കാളേറെ
നേതൃത്വത്തെ വെട്ടിലാക്കിയത് അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരം ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണെന്നും മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കേണ്ട ഘട്ടത്തിൽ അനാവശ്യ വിവാദങ്ങൾക്ക് വഴിവെച്ചത് മതിയായ കൂടിയാലോചനകളില്ലാതെ തിടുക്കത്തിലെടുത്ത തീരുമാനങ്ങളാണെന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം നേതാക്കളും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരം കൈമനത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തും. വി വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഈ സ്ത്രീയെ ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അല്ലേ? വിനോദ്, കേൾക്കുന്നുണ്ടോ? ശ്രീജ, ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. കൈമനത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഈ മൃതദേഹം കാണുകയായിരുന്നു. നിലവിളി ശബ്ദം കേട്ട് അയൽവാസിയാണ് ഈ വിവരം അറിയുന്നത്. ഇവിടെ ഒരു ആളൊഴിഞ്ഞ പ്രദേശമാണ്. സമീപവാസി തന്നെയാണ് ഈ മരിച്ച ഷീജയ്ക്ക് 50 വയസ്സുണ്ട്. ഇവിടെ സജി എന്ന മറ്റൊരാളുണ്ട്. സജിയുമായി അടുപ്പത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. അവിവാഹിതയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി ഈ പ്രദേശത്തുള്ള സജി എന്ന ആളുമായി അടുപ്പത്തിലായിരുന്നു. ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഷീജയുടെ വീടുള്ളത്. പക്ഷേ ഈ ബന്ധം തുടങ്ങിയത് മുതൽ തന്നെ വീട്ടുകാർ അതിൽ എതിർപ്പ് പറഞ്ഞിരുന്നു. ഷീജയും അമ്മയും അനുജത്തിയുമാണ് ഒരു വീട്ടിലുള്ളത്. ഈ അമ്മയും അനുജത്തിയും ഷീജയെ ഇത് ഈ ബന്ധം വിലക്കുന്ന തരത്തിലേക്ക് പോയി. തുടർന്ന് ഇവർ മെഡിക്കൽ കോളേജിനടുത്ത് ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയായിരുന്നു. അവിടെ തന്നെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പേയിങ് ഗസ്റ്റ് ആ നിലയ്ക്ക് അവിടെ താമസിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഈ ഭാഗത്ത് വന്നു പോകുമായിരുന്നു. ഇതിന് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പറമ്പിന് തൊട്ടടുത്താണ് സജിയുടെ വീട്. ഈ സജിയുമായും കഴിഞ്ഞ കുറെ കാലമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സൂചനകളുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്നും അവഗണനയും അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യവും സജി കൈയൊഴിയുന്നു എന്ന തോന്നലും, അങ്ങനെ 2 കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് ആത്മഹത്യ ചെയ്യില്ല എന്ന ഒരു കാര്യമാണ് ഈ ബന്ധു പറയുന്നത്. ഈ ഷീജയുടെ ബന്ധു പറയുന്നത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യില്ല, അങ്ങനെയാണെങ്കിൽ നേരത്തെ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അങ്ങനെയൊന്നും തന്നെ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണതയുള്ള ഒരാളല്ല, ഇതിൽ ചില സംശയങ്ങളുണ്ട് എന്ന കാര്യമാണ്. സജിയാകട്ടെ ഇന്ന് രാവിലെ വരെ ഈ പ്രദേശത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് ഈ സംഭവം അറിഞ്ഞ് പോലീസ് ഇവിടെ എത്തുന്നു. ആ സമയത്തൊക്കെ തന്നെ സജി ഈ പരിസരത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ രാവിലെ വരെ ഉണ്ടായിരുന്ന സജി ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഏതായാലും മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി. കുടുംബം ഉന്നയിക്കുന്ന പരാതിയുണ്ട്, ആരോപണമുണ്ട്, ഇതിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യം അത് വിശദമായി പോലീസ് പരിശോധിക്കും എന്ന കാര്യമാണ് മന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കൈമനത്താണ് ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു സ്ത്രീയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത്. കൈമനം സ്വദേശി ഷീജയാണ് മരിച്ചത് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് വളരെ കഷ്ടമായ നിലപാടെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് സംഭവം അറിഞ്ഞുകൊണ്ടേ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല നിലയിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ എത്തപ്പെടാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പയ്യനുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പം അതിന്റെ പേര് സജി എന്നാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ തങ്ങളിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇതിനു മുമ്പ് പലതവണ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, വിലക്കിയിരുന്നു. പക്ഷെ അന്ന് പുള്ളിക്കാരി കേട്ടിട്ടില്ല. അപ്പം എൻ്റെ അമ്മയുടെ അനുജത്തിൻ്റെ മകളാണ് പുള്ളിക്കാരി. അപ്പം ഏതാണ്ട് 50 വയസ്സിനോടടുത്ത് പ്രായമുണ്ട് പുള്ളിക്കാരിക്ക്. 2 ദിവസം മുമ്പ് ഈ കടയിലെങ്ങാണ്ട് പോയി അവിടെ ബഹളം വെച്ചു, ഈ സജി എന്ന് പറയുന്ന കക്ഷി ബഹളം വെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ്. മുമ്പും നേരത്തെ അവളിവിടെ വന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തെ വീട്ടിലായിരുന്നു താമസം സജി. അതിന്റെ അപ്പുറം അല്ല, അവിടെയല്ല താമസം. പുള്ളിക്കാരി ഹോസ്റ്റലായിരുന്നു. ഇവര് തങ്ങൾ പുറത്തൊക്കെ വെച്ച് കാണാറുണ്ട്. അങ്ങനെ ബന്ധങ്ങളുണ്ടായിരുന്നു. വരുമായിരുന്നിരിക്കണം. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇവിടെ എത്തിയത്. അല്ലാതെ ഇവർക്ക് ഈ സ്ഥലത്തിനെ പറ്റിയൊന്നും യാതൊരു ധാരണയും. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ യുവാവിനെ ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണെന്നാണ് സംശയം. റാന്നി സ്വദേശി ജോബിയാണ് മരിച്ചത്. ജോബിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ജോബിയുടെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, എന്തായിരുന്നു ഈ കൊലപാതകത്തിന് കാരണം? ശ്രീജ, ഇന്ന് രാവിലെയാണ് ഈ പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ യുവാവിനെ ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 30 വയസ്സുള്ള ജോബിയാണ്
മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ് വീടിനകത്ത് രക്തം വാർന്ന നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ആ ജോബിയുടെ ബന്ധുവിനെ പോലീസ് സംബന്ധിച്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് എന്താണ് സംഭവിച്ചുള്ള കാര്യങ്ങൾ ആ നടപടികൾ പോലീസ് നടത്തി വരികയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ്. കാരണം അതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യം ഈ ബന്ധുവിൽ നിന്ന് ചോദ്യം ചെയ്തതിനു ശേഷം അതിൽ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് അത്തരം കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും പോലീസ് അക്കാര്യത്തിൽ ഇതുവരെ ഒരു മറുപടി നൽകിയിട്ടില്ല. എന്തായാലും ഈ വീട്ടില് വളരെ ക്രൂരമായ രീതിയിൽ തന്നെ ഒരു മർദ്ദനം നടന്ന ഒരു ഭാഗമുണ്ട്. ഒപ്പം ഈ കിടക്കുന്ന തറയിലാണ് ഈ ജോബി കിടക്കുന്നത്. രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തലയ്ക്ക് ആഴത്തിലുള്ള ഒരു മുറിവായിരിക്കാം ഈ മരണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. വിശദമായി ഈ ബന്ധുവിനെ ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും പോലീസ് ഇതിന് കൃത്യമായ മറുപടി നൽകുക. എന്തായാലും ഇത്തരം ഒരു കാര്യങ്ങൾ വിശദമായി പറഞ്ഞതിന് ശേഷം മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും ആ കാര്യങ്ങളെക്കുറിച്ച് മരണകാര്യം എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാവത്തുള്ളൂ. ശ്രീജ. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മുക്കത്ത് തിയേറ്ററിന്റെ പാരപ്പെറ്റിൽ കിടന്നുറങ്ങിയ യുവാവ് താഴെ വീണ് മരിച്ചു. മുക്കം കുറ്റിപ്പാല സ്വദേശി കോമളനാണ് മരിച്ചത്. ഇന്ന് രാവിലെ തിയേറ്ററിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് താഴെ വീണ് രക്തം വാർന്ന നിലയിൽ കോമളനെ കണ്ടെത്തിയത്. ഇയാൾ നേരത്തെയും രാത്രികാലങ്ങളിൽ പാരപ്പെറ്റിൽ കിടക്കാറുണ്ടെന്ന് തിയേറ്റർ ഉടമകൾ പറഞ്ഞു. പാലക്കാട് വല്ലപ്പുഴ കുറുവട്ടൂരിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. വാണിയംകുളത്ത് നിന്നും വല്ലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും മറ്റൊരു വാഹനത്തെ മറികടന്നു വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വാണിയംകുളത്തെയും പട്ടാമ്പിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കരയിൽ 5 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയുമായി ഒരാൾ പിടിയിൽ. കലയപുരം പൂവറ്റൂർ സ്വദേശി വിൽസൺ ആണ് അറസ്റ്റിലായത്. ഇയാൾ മുൻപും അബ്കാരി കേസുകളിൽ പ്രതിയായിരുന്നുവെന്ന് എക്സൈസ് അറിയിച്ചു. വിൽസണെ കോടതിയിൽ ഹാജരാക്കി. പാലക്കാട് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. വാളയാറിൽ നിന്നാണ് 25,000 ജലാറ്റിൻ സ്റ്റിക്ക്, 1500 ഡിറ്റനേറ്റർ എന്നിവ പിടികൂടിയത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി മണികണ്ഠൻ പോലീസ് പിടിയിലായി. ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിനെതിരെ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത. സഭയിലെ സമാധാനത്തിന് വേണ്ടി നേതൃത്വം ശ്രമിക്കുന്നില്ലെന്ന് വിമർശനം. പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് നേതൃത്വം തയ്യാറാവുന്നതെന്നും തന്റെ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട യാക്കോബായ പള്ളികൾ പിടിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, സഭയ്ക്കെതിരെ മെത്രാപ്പൊലീത്ത സംസാരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം? തീർച്ചയായും സഭയിൽ സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഓർത്തഡോക്സ് സഭയിൽ സംഭവിച്ചിരിക്കുന്നത്. അടൂർ കടമ്പനാട് ഭദ്രാസനാധിപനാണ് ഈ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത. അദ്ദേഹം ഇത് ഓൺലൈൻ വഴി പോകുന്ന പ്രസംഗമാണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ ഇത് വിവാദമാകും, തനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബോധപൂർവം ഇത്തരം കാര്യങ്ങൾ ഇനി എല്ലായിടത്തും പറയുമെന്ന് തുടർന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് യേശുവിന്റെ സുവിശേഷം മറന്നുകൊണ്ടാണ് പ്രവർത്തനം സഭയുടെ എന്നതടക്കം ചൂണ്ടിക്കാട്ടാണ്. അതായത് ഒരു കരണം കാണിച്ചാൽ മറ്റൊരു കരണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന നിലയിൽ നിന്ന് ഈ പള്ളി പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് ഈ സഭ മാറുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെയൊക്കെ ഒരു വഴി മാറുകയാണ്. യേശു ആണ് പലപ്പോഴും മധ്യസ്ഥനായി നിൽക്കാറില്ല, പക്ഷെ ഇപ്പോൾ വക്കീലന്മാർ അങ്ങനെ നിൽക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം യാക്കോബായ സഭ അനുയായികൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയും വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. ഈ മാസം ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ മാസം 23-ന് സഭാ നേതൃത്വം ഇക്കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കാൻ യോഗവും ചേരുന്നുണ്ട്. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ ലാലിഗ കിരീടം സ്വന്തമാക്കി ബാഴ്സലോണ. എസ്പാള്യോണിനെ മറുപടിയില്ലാത്ത 2 ഗോളിന് തകർത്താണ് ബാഴ്സ കിരീടം സ്വന്തമാക്കിയത്. ലാമിൻ യമാൽ 53-ാം മിനിറ്റിലും ഫെർമിൻ ലോപ്പസ് ഇഞ്ചുറി ടൈമിലും ഗോൾ നേടി. 36 മത്സരങ്ങളിൽ നിന്ന് 85 പോയിന്റാണ് ബാഴ്സയ്ക്ക് നേടാനായത്. രണ്ടാമതുള്ള റയൽ മാഡ്രിഡിന് 36 മത്സരങ്ങളിൽ നിന്ന് 78 പോയിന്റും. ബാഴ്സയുടെ 28-ാം ലാലിഗ കിരീട നേട്ടമാണിത്. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച IPL മത്സരങ്ങൾ നാളെ പുനരാരംഭിക്കും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് നാളത്തെ മത്സരം. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 7:30-ന് മത്സരം ആരംഭിക്കും. 17 മത്സരങ്ങളാണ് IPL-ൽ ഇനി നടക്കാനുള്ളത്. 6 വേദികളിലേക്കാണ് ടൂർണമെന്റ് ചുരുങ്ങിയത്.
9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും കാണാം ന്യൂസ് ട്രെൻഡ്സിൽ. അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.